ഓഗസ്റ്റ് 6 ക്രിസ്തുവിൻ്റെ രൂപാന്തരം. ജീവിത സങ്കടങ്ങളുടെ സമാപനം സ്വർഗീയ മഹത്വത്തിലാണെന്നുള്ള തത്വം അപ്പസ്തോലന്മാരെ ബോധ്യപ്പെടുത്തുവാൻ ക്രിസ്തുവിൻ്റെ ദൗർബല്യത്തിൻ്റെ നിദാനമായ തിരശ്ശീല സ്വല്പനേരത്തേക്കൊന്ന് മാറ്റിവെച്ചു. തൻ്റെ കുരിശുമരണത്തിൻ്റെ 1 വർഷം മുമ്പ് അപ്പസ്തോലന്മാരായ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രം കൂട്ടിക്കൊണ്ട് യേശു ഗലീലയുടെ സമീപമുള്ള താബോർമലയിലേക്ക് കയറി ചെന്നു. അവിടെ വെച്ച് യേശുവിൻ്റെ ശരീരത്തിനും രൂപഭാവങ്ങൾക്കും മൊത്തമൊരു മാറ്റം സംഭവിച്ചു. മുഖം സൂര്യസമാനം ശോഭിച്ചു. ഭൂമിയിലെ ഒരു അലക്കുകാരന് പോലും അലക്കി വെളുപ്പിക്കാനാവാത്ത വെണ്മയേറിയ വസ്ത്രം അത്രത്തോളം പ്രകാശമാനമായി മാറി ആ പ്രദേശമാകെ. പത്രോസും യോഹന്നാനും യാക്കോബും നോക്കുമ്പോൾ കാണുന്നത് പൗരാണിക കാലഘട്ടത്തിൻ്റെ പ്രതിനിധിയായി മോശയെയും പ്രവാചക കാലഘട്ടത്തിൻ്റെ പ്രതിനിധിയായി ഏലിയായെയുമാണ്. ഉടനെ ഒരു മേഘപടലം വന്ന് അവരെ മറച്ചു കളഞ്ഞു. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, അവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു, അവനെ ശ്രവിക്കുവിൻ. മേഘത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായതായി മത്തായി ശ്ലീഹായുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങളിൽ നാം വായിച്ചറിയുന്നു. യേശുവിൻ്റെ പരസ്യജീവിത കാലഘട്ടത്തിൻ്റെ അവസാന നാളുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശു തൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ശേഷം സ്വർഗീയ ജീവിതത്തിൻ്റെ മുന്നാസ്വാദനം തൻ്റെ അപ്പസ്തോലന്മാർക്ക്, തൻ്റെ അപ്പസ്തോല ഗണത്തിലെ പ്രധാനികൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. അത് നാം ഓരോരുത്തരുടെയും വിശ്വാസ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നാസ്വാദനം മാത്രം. പഴയ നിയമ കാലഘട്ടത്തിൽ വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിൽ പുതിയ നിയമ കാലഘട്ടത്തിൽ യേശു കുരിശിൽ എല്ലാം പൂർത്തിയാക്കി. ആ പൂർത്തീകരണത്തിൻ്റെ മുന്നാസ്വാദനത്തിലേക്ക് നമ്മെ നയിച്ച യേശുവിൻ്റെ രൂപാന്തരീകരണത്തെ പ്രതി ദൈവത്തിന് നന്ദി പറയാം. 4-ാം നൂറ്റാണ്ട് മുതൽ ഈശോയുടെ രൂപാന്തരീകരണത്തിന് തിരുസഭയിൽ വളരെ പ്രാധാന്യമുണ്ടായി തുടങ്ങി. പൗരസ്ത്യ സഭയിൽ ഈ തിരുനാളിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. അർമേനിയൻ സഭയിൽ ഈ തിരുനാളിനൊരുക്കമായി 6 ദിവസത്തെ ഉപവാസം അനുഷ്ഠിച്ചിരുന്നു. തിരുനാൾ 3 ദിവസമായിട്ടാണ് ആഘോഷിച്ചിരുന്നത്. 1456 കലിസ്റ്റസ് 3-ാമൻ മാർപ്പാപ്പ ഈ തിരുനാൾ സാർവത്രികമാക്കി. വചനം എഫേസൂസ് 2-ാം അധ്യായം 8-ാം വാക്യം. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. വിചിന്തനം: ക്രിസ്തുവിനെ അനുകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ തൻ്റെ പഴയകാല ജീവിതത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ രൂപാന്തരീകരണത്തിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. അത് ശരീരത്തിൻ്റെ രൂപാന്തരീകരണമല്ല, മനസ്സിൻ്റെ രൂപാന്തരീകരണമാണ് മാനുഷിക ജീവിതത്തിൽ ആദ്യം സംഭവിക്കുക. മഹത്വത്തിൻ്റെ ശോഭയേറിയ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്ന ആ വിശ്വാസ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഏവരും ക്രിസ്തുവിൻ്റെ മഹത്വത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്.